നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി വധക്കേസിൽ വിധി പ്രഖ്യാപനം 29-ന്. കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതോടെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ് വിധിയുടെ തീയതി പ്രഖ്യാപിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് MG റോഡിൽ കാർപ്പറ്റ് കടയിൽ വൻ തീപിടുത്തം. കട പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടി. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് മംഗളൂരു വരെ നീട്ടി റെയിൽവേ ഉത്തരവ്. ജില്ലയിൽ നടന്ന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ പ്രഹസനമായിരുന്നുവെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി. ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുവാൻ അനുമതി നൽകിയില്ലെന്നും പരാതി. മലയാളം എഴുതുക മാത്രമല്ല, തിരിച്ചെഴുതുക കൂടി ചെയ്യും. അപൂർവ കഴിവുമായി കാസർഗോഡ് GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ V ജോഷി. പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ വിധി പ്രഖ്യാപനം 29-ന്. കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതോടെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ് വിധിയുടെ തീയതി പ്രഖ്യാപിച്ചത്. കാസർഗോഡ് പഴയച്ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രമാദമായ കേസിന്റെ വിധി ഈ മാസം 29-ന് പറയും. കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതോടെയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വിധിയുടെ തീയതി പ്രഖ്യാപിച്ചത്. കേരളം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസായതിനാൽ വിധി എന്താകുമെന്ന ആകാംക്ഷയിലാണ് ഏവരും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. 2017 മാർച്ച് 21-ന് പുലർച്ചെയാണ് റിയാസ് മൗലവിയെ താമസ സ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജേഷ് എന്ന അപ്പു, നിതിൻ കുമാർ, അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവർ അറസ്റ്റിലായത് മുതൽ ജയിലിൽ തന്നെ കഴിയുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ പലതവണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. അന്നത്തെ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന PK സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. നേരത്തെ കേസിൽ വാദം പൂർത്തിയായിരുന്നുവെങ്കിലും കേസ് പരിഗണിച്ച ജഡ്ജിനെ സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ പുതിയ ജഡ്ജ് വന്ന ശേഷം കേസ് വീണ്ടും ആദ്യം മുതൽ തന്നെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വിധി തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് MG റോഡിൽ കാർപ്പറ്റ് കടയിൽ വൻ തീപിടുത്തം. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കട പൂർണ്ണമായും കത്തി നശിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ കാർപ്പറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന NA മാറ്റ് സെന്റർ എന്ന കടയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഉളിയത്തെടുക്ക ബദരിയ നഗറിലെ അഷ്റഫിൻ്റേതാണ് ഈ സ്ഥാപനം. തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തിനശിച്ചു. ഉൽപ്പന്നങ്ങളെല്ലാം കത്തിച്ചാമ്പലായി. 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ അഷ്റഫ് പറഞ്ഞു. കാസർഗോഡ് സ്വദേശിനിയായ സൗദ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലുള്ളതാണ് കത്തി നശിച്ച കട. തീ ആളിപ്പടർന്നതിനെ തുടർന്ന് തൊട്ടടുത്ത വാച്ചും മൊബൈലും വിൽക്കുന്ന സാന്യോ എന്ന കടയിലും തീപിടുത്തമുണ്ടായി. തളങ്കരയിലെ മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലെ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. മൊബൈൽ കടയിലുണ്ടായ തീപിടുത്തത്തിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ മനാഫ് പറഞ്ഞു. ഞാനിപ്പോൾ 1.5 വർഷമായി. ഞാൻ മുമ്പ് ചക്രവർത്തിണ്ടായിരുന്നു ഷോപ്പ്. ഇപ്പോൾ ഇവിടെ 1.5 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഫർണിച്ചറിൽ പുതിയതാണ്. നഷ്ടം ഒരു 3 ലക്ഷം പോകും. സാധനമെല്ലാം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, എന്തോ ആയിട്ടില്ല, കത്തിയില്ല. അതുകൊണ്ട് സാധനമെല്ലാം എടുത്ത് അടുത്തുള്ള ഷോപ്പുകാരെല്ലാം എടുത്ത് മാറ്റി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവർ പറയുന്ന ഒരു 12 ലക്ഷം റുപ്യ നഷ്ടമുണ്ടെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഫർണിച്ചർ മാത്രം കത്തിയതുകൊണ്ട് അത്ര വലിയ നഷ്ടമില്ല. രാവിലെ കടകൾ തുറക്കുന്നതിന് മുൻപാണ് തീപിടുത്തം സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമായതെന്ന് സംശയിക്കുന്നു. വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേനാ വിഭാഗവും പോലീസും ചേർന്ന് ജനങ്ങളുടെ സഹായത്തോടെ റോഡ് ഗതാഗതം തടഞ്ഞാണ് തീയണച്ചത്. അരമണിക്കൂറിനകം തന്നെ തീയണച്ചതിനാൽ മറ്റ് കടകളിലേക്ക് അഗ്നിബാധ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു. വാഹനങ്ങൾ മറ്റു വഴിയിലൂടെ തിരിച്ചുവിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് തീയണച്ചത്. 100 കണക്കിന് ആളുകൾ സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. തീപിടുത്തമുണ്ടായത് മാറ്റ് കടയിലായതിനാൽ രാവിലെ നഗരത്തിൽ പുകപടലം നിറഞ്ഞ അവസ്ഥയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടി. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് മംഗളൂരു വരെ നീട്ടി റെയിൽവേ ഉത്തരവിറക്കിയത്.
തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് ഇനി പുതിയ ലക്ഷ്യസ്ഥാനം. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ട്രെയിൻ മംഗലാപുരം വരെ നീട്ടി റെയിൽവേ ഉത്തരവിറക്കി. ഇതുപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40 മംഗളൂരുവിലെത്തുക. രാവിലെ 6:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. എന്നാൽ മംഗലാപുരം വരെയുള്ള സർവീസ് എന്നു മുതലാണ് തുടങ്ങുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഏറ്റവും ഉചിതമായ സമയത്ത് ഇത് നടപ്പാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. മംഗളൂരുവിൽ പുതിയ പ്ലാറ്റ്ഫോമുകളുടെ പണി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ തീരുമാനം നടപ്പാക്കാനാണ് സാധ്യത. കാസർഗോഡ് വന്ദേ ഭാരത് ചൊവ്വാഴ്ചയും തിരുവനന്തപുരം വന്ദേ ഭാരത് തിങ്കളാഴ്ചയും സർവീസ് നടത്തിയിരുന്നില്ല. ഇനി തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങുന്നതോടെ ബുധനാഴ്ചയായിരിക്കും ട്രെയിനിന് അവധി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേരളത്തിന്റെ 2ാം വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1ാം വന്ദേ ഭാരതിൽ നിന്ന് വ്യത്യസ്തമായി 2ാം വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു എന്നതാണ് പ്രത്യേകത. 8 കോച്ചുകളാണ് 2ാം വന്ദേ ഭാരത് എക്സ്പ്രസിന് ഉള്ളത്. 1ാം വന്ദേ ഭാരതിന് 16 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, എറണാകുളം സൗത്ത്, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലാണ് യാത്രയ്ക്കിടയിൽ 2ാം വന്ദേ ഭാരത് നിർത്തുക. ഇതാണ് ഇപ്പോൾ മംഗലാപുരം വരെ നീട്ടാൻ ഉത്തരവായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ച നടന്ന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ പ്രഹസനമായിരുന്നുവെന്ന ആരോപണവുമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി രംഗത്ത്. ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുവാൻ അനുമതി നൽകിയില്ലെന്ന് സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുത്ത സെമിനാറിൽ സംഘടനാ പ്രതിനിധികളെയോ സമുദായ നേതാക്കളെയോ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും സംസാരിക്കാൻ അനുമതി കിട്ടിയവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള സമയമോ തക്കതായ മറുപടിയോ കിട്ടിയില്ലെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിനെതിരെ പറയരുതെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞതായും ഭാരവാഹികൾ ആരോപിച്ചു. ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തില്ലെന്നും വിമർശിച്ചു. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ, ചെലവായ പദ്ധതി വിഹിതം എന്നിവ ഉൾപ്പെടുന്ന ധവളപത്രം ഇറക്കണമെന്നും ചെയർമാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വളരെ മികച്ച രീതിയിലുള്ള ഒരു സാന്നിധ്യമാണ് മൈനോറിറ്റി വിഭാഗത്തിൽ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട്, നമുക്ക് ഗുണകരമായ ഒരു റിസൾട്ട് അതിൽ കൂടി ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വേദനയുണ്ട്. നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്നത് അയാൾ തികച്ചും 100% ന്യൂനപക്ഷ വിരുദ്ധനാണ്. ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിന്, ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കുന്ന ഒരു ചെയർമാനെ ആണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ്. കാരണം അയാളുടെ സമീപനങ്ങളും അയാളുടെ നടപടികളെല്ലാം മൈനോറിറ്റിക്ക് എങ്ങനെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയും, എങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയും, അതാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റി തലസ്ഥാനത്ത് നല്ല ഇതിനോട് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ന്യൂനപക്ഷ കമ്മീഷനെ ചെയർമാനെ, കമ്മീഷൻ്റെ ബാക്കി അംഗങ്ങൾ നല്ല നല്ല മാന്യമായ രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ പെരുമാറിയത്. കമ്മീഷൻ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആരോപണമുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സി മുഹമ്മദ് കുഞ്ഞി, മൂസ ബി ചെറുക്കള, മുഹമ്മദ് അലി പീടികയിൽ, നാസർ ചെറുക്കള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളം എഴുതുക മാത്രമല്ല തിരിച്ചെഴുതുക കൂടി ചെയ്യും. അപൂർവ കഴിവുമായി കാസർഗോഡ് GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ വി ജോഷി. മിറർ റൈറ്റിംഗ് കഴിവിൽ വിസ്മയം തീർക്കുന്ന കുര്യൻ നാട്ടിലും സ്കൂളിലും ഹീറോയാണ്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏതായാലും അതിൻ്റെ തിരിച്ചെഴുത്ത് റെഡി. മിറർ റൈറ്റിംഗിൽ വിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ വി ജോഷി. എല്ലാവരും അക്ഷരം വായിക്കാൻ മുഖത്ത് കണ്ണട വയ്ക്കുമ്പോൾ 12കാരൻ കുര്യൻ എഴുതിയത് വായിക്കണമെങ്കിൽ മുഖം നോക്കുന്ന കണ്ണാടി തന്നെ വേണം. പഠിച്ചത് മാത്രമല്ല, ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കുര്യൻ അനായാസേന തിരിച്ചെഴുതും. പത്രങ്ങളും നോട്ടീസുകളും മറ്റും തലതിരിച്ചും പുറംതിരിച്ച് നിഴൽ കണ്ടും വായിക്കാനുള്ള മിടുക്കും കുര്യനുണ്ട്. ഗോകുല നായകൻ മേളം കലർന്നങ്ങ് പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ള ഒരു ജീവികൾ നന്ദിച്ച് നിന്നിതേ മന്ദം മന്ദം. ഷഡ്പദമാലകൾ അത്ഭുതമായൊരു പുഷ്പരസത്തെ വെടിഞ്ഞുടനെ ഗാനമായി മേവിന് തേനെ കുടിപ്പാനായി ആനനം തങ്കലെ ചെന്നു പൂക്കു. കോകില ജാലങ്ങൾ കോലക്കൂഴൽ കേട്ടു മൂകങ്ങളായി. ഒരു ദിവസം ഞങ്ങൾ യാത്ര പോയ സമയത്ത് ആംബുലൻസ് വരുന്നുണ്ടായി. അന്നേരം നോക്കിയപ്പോൾ ആംബുലൻസിൽ നിന്ന് തലയിരിച്ചെഴുതി ഉണ്ടായത്. അന്നേരം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇതെന്ത് സംഭവം? അച്ഛൻ പറഞ്ഞു മിറർ റൈറ്റിങ്ങിന്. പിന്നെ ഞാനത് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തു.
ഞങ്ങളിപ്പോൾ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ അങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞെങ്കിൽ അവരെ കാണിക്കും. അന്നേരം അവർ പറഞ്ഞ് നല്ലതുണ്ട്, ഇനി ഇങ്ങനെ തന്നെ എഴുതണമെന്ന്. ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ നല്ലതുണ്ട്, നിൻ്റെ കഴിവ് നല്ലതുണ്ടെന്ന് പറഞ്ഞു. കാസർഗോഡ് അശോക് നഗറിലെ താമസക്കാരായ കാസർഗോഡ് BSNL ജീവനക്കാരൻ ജോഷിയുടെയും ശാന്തിയുടെയും മകനാണ് ഈ മിടുക്കൻ. മികച്ച പരിശീലനത്തിലൂടെയാണ് മലയാളം എഴുതാനും തിരിച്ചെഴുതാനുമുള്ള കഴിവ് കുര്യൻ നേടിയെടുത്തത്. മറ്റു ഭാഷകളിൽ കൂടി എഴുതുന്ന തരത്തിൽ മകന്റെ കഴിവിനെ വളർത്തിയെടുക്കാൻ മികച്ച പ്രോത്സാഹനമാണ് മാതാപിതാക്കൾ നൽകി വരുന്നത്. ഒരു വേൾഡ് റെക്കോർഡാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി. അതായത് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഒരിടം നേടുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ്. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ഭാഷകളൊക്കെ നമ്മൾ അവനിപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അക്കങ്ങളും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സ്പീഡിൽ എഴുതാനും വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്താണ് അവൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ഇങ്ങനെ കണ്ട് അതിന് ശേഷം പിന്നെ അവന് എഴുതാൻ തുടങ്ങി. ആദ്യം കുറച്ച് എഴുതിക്കൊണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ അവന് വേണ്ടിയിട്ട് നല്ല പ്രോത്സാഹനം ചെയ്തു കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. കുര്യന്റെ ഈ വേറിട്ട കഴിവിന് മികച്ച പിന്തുണയുമായി കാസർഗോഡ് GUP സ്കൂളിലെ അധ്യാപകരും ഒപ്പമുണ്ട്. മലയാളം തിരിച്ചെഴുതുവാനുള്ള കഴിവിന് അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് നൽകി വരുന്നതെന്നും കുര്യൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായതിൽ അഭിമാനമുണ്ടെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ TN പറഞ്ഞു. മിറർ റൈറ്റിംഗ് അവർക്ക് സയൻസ് പാഠഭാഗമായിട്ട് ബേസിക്കായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ കൂടുതലായി കുട്ടി അതിൽ തൽപരനായതുകൊണ്ടും അതിൻ്റെ കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടും അവരുടെ സയൻസ് അധ്യാപകരുടെ സപ്പോർട്ടോടു കൂടിയും അവൻ്റെ മികച്ച കഴിവ് അതിലുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവൻ്റെ ആ കഴിവിനെ നമ്മൾ ഉൾക്കൊള്ളണം. അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മൾ നൽകുന്നതാണ്. ത്രെഡ് പാറ്റേൺ ഡിസൈനിലും കുര്യൻ മികവ് തെളിയിച്ചിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിൽ ഈ ഇനത്തിൽ സമ്മാനവും ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ വിവിധ കഴിവിലൂടെ വിസ്മയം തീർക്കുന്ന കുര്യൻ ഇന്ന് നാട്ടിലും സ്കൂളിലും ഹീറോയാണ്. കുര്യൻ വി ജോഷിയുടെ അക്ഷരങ്ങൾ വായിക്കുവാൻ കണ്ണുകൾ മാത്രം പോരാ, കണ്ണാടിയും വേണം. വേറിട്ട കഴിവുമായി അത്ഭുതപ്പെടുത്തുകയാണ് GUP സ്കൂൾ കാസർഗോഡിലെ ഈ വിദ്യാർത്ഥി. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. സ്കൂട്ടർ അപകടത്തിൽ നഷ്ടപ്പെട്ടത് തൊഴിലിലും പൊതുപ്രവർത്തനത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ കൊണ്ടുപോയ സംഘാടകൻ. തൃക്കരിപ്പൂർ മണിയനൊടിയിൽ വിജയന് അന്ത്യോപചാരം അർപ്പിക്കുവാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. പൊതുപ്രവർത്തനത്തോടൊപ്പം തൊഴിലിലും വിട്ടുവീഴ്ചയില്ലാതെ കർമ്മനിരതനായിരുന്ന പ്രാദേശിക നേതാവായിരുന്നു ബുധനാഴ്ച സ്കൂട്ടർ അപകടത്തിൽ മരിച്ച മണിയനൊടി സ്വദേശി വിജയൻ. എല്ലാവരോടും സൗമ്യമായ ഇടപെടൽ വിജയന്റെ പ്രകൃതമായിരുന്നു. IT സ്കൂളിനടുത്ത് ടൈൽസ് പണി കഴിഞ്ഞ് ചെറുവത്തൂർ മടക്കരയിലേക്ക് പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടയിൽ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലെത്തിച്ച മൃതദേഹം പേക്കടം മണിയനൊടിയിലെ CPM ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. നാനാ തുറകളിലുമുള്ള നൂറുകണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VPP മുസ്തഫ, KB ജനാർദ്ദനൻ, ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ, M രാമചന്ദ്രൻ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. 2 വർഷത്തോളമായി കാത്തിരുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ ആഹ്ലാദത്തിലാണ് പെരുമ്പളക്കടവത്ത് നിവാസികൾ. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ പെരുമ്പളക്കടവ് പാലത്തിന്റെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴിതുറന്നു. 2 വർഷത്തോളമായി പെരുമ്പളക്കടവത്ത് നിവാസികൾ കാത്തിരുന്ന സ്വപ്ന പദ്ധതിയാണിത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ കാസർഗോഡ് നഗരസഭയുടെ വികസന ആസ്തി ഫണ്ട് ഉപയോഗിച്ചാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ നാടിന് ഒരു ആവശ്യമായി തന്നെയായിരുന്നു നമ്മുടെ ഈ പാലത്തിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ പാലത്തിലുള്ള ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നിരിക്കുന്നത്.
ഇത് കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ചെമ്മനാട് പഞ്ചായത്തും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു സംവിധാനമാണിത്. പക്ഷേ ഇത് ചെമ്മനാട് പഞ്ചായത്തും കാസർഗോഡ് നഗരസഭയും ചേർന്നിട്ടാണെങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കാലങ്ങളായി വർഷങ്ങളായി കാത്തിരുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുഫൈജ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ പ്രമുഖൻ PB അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹനീഫ പാറ, മുൻ നഗരസഭ വൈസ് ചെയർമാൻ NA മഹമ്മൂദ് ഹാജി, മുനിസിപ്പൽ കൗൺസിലർമാരായ സൈനുദ്ദീൻ തുരുത്തി, അസ്മ മുഹമ്മദ്, ഹമീദ് കുതിരിൽ, നാസർ കടവത്ത്, ഖലീൽ അബ്ബാസ്, ഹാരിഫ് ചോലിയോട്, നാസർ ചാലക്കുന്ന്, MB ബാലൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ, ഖാദർ കടവത്ത്, KH കുഞ്ഞാലി, റഫീഖ് കടവത്ത്, സപ്പീൻ പാദൂർ, നവാസ് കടവത്ത്, രത്നാകരൻ ഉപ്പിരംകുളം, മിർഷാദ് കടവത്ത്, ഹക്കീം മാച്ചിപ്പുറം, മുഹമ്മദ് കുഞ്ഞി കുന്നരിയം, പെരുമ്പളയിലെയും ചാലാക്കടവത്തിലെയും പൗരപ്രമുഖർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലം വെളിച്ചം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി പെരുമ്പള സ്വാഗതവും കൺവീനർ ബഷീർ കടവത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട് കഴകത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന കാപ്പാട് കഴകത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് കരിപ്പത്ത് തറവാട്ടിൽ നിന്നും അന്നദാനത്തിനുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പല വ്യഞ്ജനങ്ങൾ ഒന്നൊന്നായി കന്നി കലവറയിൽ സമർപ്പിക്കും. പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ കന്നിക്കലവറയിൽ നിറക്കപ്പെടും. 25-ന് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. തുടർന്ന് 7 ദിനരാത്രങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് 14 നേരം അന്നമുണ്ടാകും. 39 തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടങ്ങളും തോറ്റങ്ങളും ഒരാഴ്ചക്കാലം ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും. 25-ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയുള്ള 7 രാവുകളും 7 പകലുകളും അങ്ങനെ 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പെരുങ്കളിയാട്ടം. അതിൻ്റെ ഓരോ ചടങ്ങുകളും വിളംബര ഘോഷയാത്രയായാലും ലക്ഷദ്വീപ സമർപ്പണമായാലും പെരുങ്കളിയാട്ടം വരച്ചുവെക്കലായാലും വളരെ വിപുലമായ പരിപാടികളോടെ വലിയ ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നടന്നു കഴിഞ്ഞു. ചെയർമാൻ തച്ചങ്ങാട്ട് ശിവരാമൻ മേശ്രി, വർക്കിംഗ് ചെയർമാൻ TB രാമചന്ദ്ര പണിക്കർ, ജനറൽ കൺവീനർ TK മുരളിദാസ്, മാട്ടുമൽ രാമചന്ദ്രൻ, ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MV അമരേശൻ, ഉപദേശക സമിതി അംഗം മണക്കാട്ട് രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട നീലേശ്വരം ബ്ലോക്കിനും വലിയ പറമ്പ് പൗരാവലിയും കുടുംബശ്രീയും ചേർന്ന് ആദരവ് നൽകി. സ്വീകരണ പൊതുയോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട നീലേശ്വരം ബ്ലോക്കിനും വലിയപറമ്പ് പൗരാവലിയും കുടുംബശ്രീയും ചേർന്ന് ആദരവ് നൽകി. ബാൻഡ് വാദ്യങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയിൽ ജനപ്രതിനിധികളെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും ഘോഷയാത്രയായാണ് സ്വീകരണ കേന്ദ്രമായ പടന്ന കടപ്പുറത്തേക്ക് ആനയിച്ചത്. M രാജഗോപാലൻ MLA സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ഫണ്ട് സ്രോതസ്സുകളെല്ലാം പ്രയോജനപ്പെടുത്തി വളരെ ഭാവനാപൂർവമായ വളരെ സർഗാത്മകമായി ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ അവാർഡ് നമ്മെ തേടി. അതാണ് ഉണ്ടായത്. ഓരോ പ്രവർത്തനങ്ങളും ഈ പോയ പ്രൊഫഷനുകളിൽ ഓരോ പ്രവർത്തനങ്ങളും വളരെ മികച്ചതായിരുന്നു ഈ പഞ്ചായത്ത്. ആ പരിമിതികളേറെ ഉണ്ടായിട്ട് പരിമിതികളെ മറികടക്കാൻ ഒരു പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ കണ്ടറിഞ്ഞ് ഒരു പ്രദേശത്തെ ഓരോ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുമ്പോഴും ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രൊജക്ട് തയ്യാറാക്കി അത് നിർവഹണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു കാര്യം. NK മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത്, E കുഞ്ഞിരാമൻ, മധുസൂദനൻ കാരണത്ത്, KP ബാലൻ, N പത്മനാഭൻ, OK ബാലകൃഷ്ണൻ, C നാരായണൻ, EK ബിന്ദു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ എന്നിവർ മറുപടി പ്രസംഗം നടത്തി.
ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വളർത്തു പശുക്കൾക്ക് നൽകുന്നതിന് കർഷകർക്ക് ധാതുലവണ മിശ്രിതം വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ണിൽ പോഷണങ്ങൾ കുറയുന്ന മാറിയ കാലത്ത് വിറ്റാമിനുകളും ധാതുക്കളും ആവശ്യത്തിന് ലഭിക്കാൻ വളർത്തു പശുക്കൾക്ക് നൽകുന്നതിന് കർഷകർക്ക് ധാതുലവണ മിശ്രിതം വിതരണം ചെയ്തു. മാറിയ കാലത്ത് പശുക്കൾക്ക് നൽകുന്ന എല്ലാത്തരം തീറ്റകളും ശരിയായി ഉപയോഗപ്പെടുത്താനാവില്ല. അതിനാൽ മതിലക്ഷണം കൃത്യമായി കാട്ടുകയില്ല. ഇത് പരിഹരിച്ച് വന്ധ്യത മാറ്റാൻ കൂടി ധാതുലവണ മിശ്രിതം പശുക്കൾക്ക് നൽകേണ്ടതുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമസഭകൾ വഴി അപേക്ഷകരെ കണ്ടെത്തി 89 കർഷകർക്കാണ് 7 കിലോ വരുന്ന 7 പാക്കറ്റ് ധാതുലവണ മിശ്രിതം നൽകിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ കർഷകർക്ക് ധാതുലവണ മിശ്രിത പാക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ധാതുലവണ മിശ്രിതം എന്ന പേരാണ് കൊണ്ട് തന്നെ പല ആളുകളും ഇത് വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും അടുത്ത വർഷവും ഈ പദ്ധതി തന്നെ തുടർ പദ്ധതി എന്ന രീതിയിൽ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പോഷകാഹാരങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ ഈ കാര്യത്തിൽ ആവശ്യമായ മരുന്നുകളും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം KV കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം M രജീഷ് ബാബു, വെറ്റിനറി സർജൻ ഡോക്ടർ P പ്രശാന്ത്, ഡോക്ടർ വിഷ്ണു പ്രസാദ്, RG രാഗിരാജ്, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗങ്ങളായ K പത്മനാഭൻ, P തമ്പാൻ നായർ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ ശാസ്ത്രരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്ര സംഗമം നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നന്ദികേശൻ N ഉദ്ഘാടനം ചെയ്തു. ചെർക്കള മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 112ഓളം കുട്ടികൾ പങ്കെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നന്ദികേശൻ N ഉദ്ഘാടനം ചെയ്തു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസൈനാർ ബദ്രിയ മുഖ്യാതിഥിയായി. മാർത്തോമ സ്കൂൾ ഹെഡ് മിസ്ട്രസ് അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി ഗിരീഷ് ബാബു A, ശാസ്ത്ര പ്രചാരകൻ ദിനേശ് തെക്കുംപാട്, കണ്ണൂർ ജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ് സെക്രട്ടറി ബാബുരാജ്, സാമൂഹ്യശാസ്ത്ര വിഷയ വിദഗ്ധ ജ്യോതി കുമാരി A, കാസർഗോഡ് ജില്ലാ പ്രവൃത്തി പരിചയ സെക്രട്ടറി സപ്ന TP, സജിത KM, ഗിരീഷ് MP തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശാസ്ത്രരംഗം ജോയിന്റ് കോർഡിനേറ്റർ മധുസൂദനൻ A സ്വാഗതവും അനിൽകുമാർ C നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി വീൽചെയർ വിതരണം നടത്തി. 2ാം ഘട്ടത്തിലുള്ള വീൽചെയർ വിതരണമാണ് നടന്നത്. ലേബർ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ പ്രവർത്തന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്കായി 2ാം ഘട്ട വീൽചെയർ വിതരണം നടത്തി. ലേബർ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ വിത്തുകൾ വിതച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ എന്നും കൂട്ടായ്മക്ക് ചിറകുകൾക്ക് വിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ 1000 നന്മകൾ നേരാൻ നമുക്ക് ഒരുപാട് റോസാ പൂക്കളെ തേടി പോവേണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് കൈത്താങ്ങാവുന്ന പലരെയും നമ്മൾ കൈ ചേർത്ത് പിടിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്ക് സമൂഹം കാണിച്ചു തന്ന വലിയൊരു വസ്തുത. കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഹമ്മദ് ഷെറിൻ മുഖ്യാതിഥിയായിരുന്നു. NA എഡ്യൂക്കേഷൻ സ്കൂൾ ചെയർപേഴ്സൺ ഹസീന നൌഫൽ വീൽചെയർ വിതരണം ചെയ്തു. NA താഹിർ അധ്യക്ഷത വഹിച്ചു. അലയൻസ് ജില്ലാ പ്രസിഡന്റ് റഫീഖ്, സർഫുനിസ, തൗഷീഖ് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് NA സ്വാഗതവും NA ഹനീഫ് ചൌക്കി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അട്ടേങ്ങാനം വേളൂർ താനത്തിങ്കാൽ തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനൊരുങ്ങി. മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകളായ കൂവമളയ്ക്കൽ, അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകൾ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു.
67 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിടാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. അട്ടേങ്ങാനം ബേളൂർ താനത്തിങ്കാൽ തറവാട് വയനാട്ടുകുലവൻ തേങ്കിട്ട് മഹോത്സവം മാർച്ച് 25 മുതൽ 28 വരെ തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ കൂവമളക്കൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ശുദ്ധികർമ്മ ചടങ്ങുകൾക്ക് ശേഷം ആചാരസ്ഥാനികർ, തെയ്യംകെട്ട് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, തറവാട് കമ്മിറ്റി ഭാരവാഹികൾ, പ്രാദേശിക സമിതി ഭാരവാഹികൾ, വിവിധ കഴക പ്രതിനിധികൾ, മാതൃസമിതി പ്രവർത്തകർ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥാനികരുടെ നിർദ്ദേശാനുസരണം ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ തറവാട് കാരണവർ വി കൃഷ്ണനാണ് കൂവം അളന്നത്. തെയ്യംകെട്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ സ്വന്തമായി കൃഷി ചെയ്തുൽപാദിപ്പിച്ച നെല്ലാണ് കൂവമളക്കൽ ചടങ്ങിനായി ഉപയോഗിച്ചത്. തിരുമുറ്റത്ത് കൂട്ടിവെച്ച നെല്ലിൻ കൂമ്പാരത്തിൽ നിന്ന് ആദ്യമായി കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലേക്കും തുടർന്ന് മടിയൻകൂലും, ബേളൂർ മഹാശിവക്ഷേത്രം, കോട്ടപ്പാറ കുഞ്ഞിക്കോരച്ചൻ തറവാട്, സമീപത്തെ ക്ഷേത്രങ്ങൾ, കഴകങ്ങൾ, ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്കും പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് ദേവസ്ഥാനങ്ങളിലേക്കും കൂവമളന്നു. തുടർന്ന് അടയാളം കൊടുക്കൽ ചടങ്ങും നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻമാരായ കമ്പിക്കാനം തമ്പാൻ നായർ, ഇ കെ ഷാജി, ബി എം തമ്പാൻ നായർ, ജനറൽ കൺവീനർ പി ഗോപി, ട്രഷറർ കെ ബാലകൃഷ്ണൻ, കൺവീനർമാരായ കെ നാരായണൻ, ബി എം ജനാർദ്ദനൻ, സി ചന്ദ്രൻ, ബിജു ബാത്തൂർ, മാതൃസമിതി സെക്രട്ടറി ചന്ദ്രിക ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 25-ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷനാവും. രാജ്മോഹൻ ഉണ്ണിത്താനും പി ഇ ചന്ദ്രശേഖരൻ MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. രാത്രി 7-ന് തെയ്യം കൂടൽ. മാർച്ച് 26-ന് വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാട്. 27-ന് വൈകിട്ട് കാർന്നോൻ തെയ്യം, കോരച്ചൻ തെയ്യങ്ങളുടെ വെള്ളാട്ടം. രാത്രി 9-ന് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വപ്പിടൽ ചടങ്ങും. 11-ന് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ. 12-ന് വനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം. 28-ന് രാവിലെ 6 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ പുറപ്പാട്. തുടർന്ന് കോരച്ചൻ തെയ്യം. 11 മണി മുതൽ അന്നദാനത്തോടൊപ്പം തൊണ്ടച്ചന്റെ പ്രസാദ വിതരണം. തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. 3 മണിക്ക് വനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടപ്പിക്കൽ ചടങ്ങും. തുടർന്ന് വിഷ്ണുമൂർത്തി കെട്ടിയാടും. രാത്രി 10-ന് മറപിളർക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPU അജാനൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ നടന്നു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് B കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻ രാവണേശ്വരം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K വാസു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ B ലീലാധര പ്രഭു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് B പരമേശ്വരൻ, സംസ്ഥാന കൌൺസിൽ അംഗം VT കാർത്തിയായനി, ബ്ലോക്ക് കമ്മിറ്റി അംഗവും യൂണിറ്റ് ഇൻചാർജുമായ V സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി C ഭരതൻ പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ K കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും P രമണി നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി KP കമാരൻ നായർ വരണാധികാരിയായി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അനന്താശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നിർമ്മിച്ച പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തി. വ്യവസായ പ്രമുഖൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി MBM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഹരി നമ്പ്യാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങ് വ്യവസായ പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി മുക്താനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. റോട്ടറി MBM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MR നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാംകുമാർ പുരവങ്കര അധ്യക്ഷനായി. MBM ചാരിറ്റബിൾ ട്രസ്റ്റി KR ബൽരാജ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. MBM ചാരിറ്റബിൾ ട്രസ്റ്റ്, കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബ് എന്നിവരുടെ സ്നേഹോപഹാരം മുഖ്യാതിഥി ഗോകുലം ഗോപാലന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MR നമ്പ്യാർ സമർപ്പിച്ചു. പുതിയ കെട്ടിടത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ച ലക്ഷ്മി ജയരാജനെയും ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച JJ എഞ്ചിനീയറിംഗ് സ്ഥാപന ഉടമ ജോൺ പോൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ട്രസ്റ്റി K അബ്ദുൽ ഖാദർ, സ്വാശ്രയ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ രാജശ്രീ സുരേഷ്, PTA പ്രസിഡന്റ് K ചിണ്ടൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഗിരീഷ് നായക്, റോട്ടറി സെക്രട്ടറി അക്ഷയ് കമത്ത് എന്നിവർ സംസാരിച്ചു.
തുടർന്ന് വാർഷികാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടാർന്ന കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPU പുല്ലൂർ പെരിയ യൂണിറ്റ് വാർഷിക സമ്മേളനം പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂർ പെരിയ യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം P കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയറാം പ്രകാശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി V സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കോരൻ ശ്രീവത്സം വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ സതീശൻ A അനുശോചന പ്രമേയവും M ചന്ദ്രൻ മാസ്റ്റർ പ്രമേയവും അവതരിപ്പിച്ചു. B പരമേശ്വരൻ, V കേളു മാസ്റ്റർ, V കുഞ്ഞികൃഷ്ണൻ, M ജാനകി, ബാലൻ നൂളിയേക്കാൽ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി MV ദാമോദരൻകുട്ടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് VV വിലാസിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. KP കമാരൻ നായർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയാസ് മൗലവി വധക്കേസിൽ വിധി പ്രഖ്യാപനം 29-ന്. കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതോടെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ് വിധിയുടെ തീയതി പ്രഖ്യാപിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് MG റോഡിൽ കാർപ്പറ്റ് കടയിൽ വൻ തീപിടുത്തം. കട പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗളൂരു വരെ നീട്ടി. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് മംഗളൂരു വരെ നീട്ടി റെയിൽവേ ഉത്തരവ്. ജില്ലയിൽ നടന്ന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ പ്രഹസനമായിരുന്നുവെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ കമ്മിറ്റി. ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുവാൻ അനുമതി നൽകിയില്ലെന്നും പരാതി. മലയാളം എഴുതുക മാത്രമല്ല തിരിച്ചെഴുതുക കൂടി ചെയ്യും. അപൂർവ കഴിവുമായി കാസർഗോഡ് GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ V ജോഷി. പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.